പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച ഫിസിക്സ് പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററാണ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് സൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വേണ്ടതാണ്. എന്തെല്ലാമാണ് ശബ്ദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൗണ്ട് വേവ്സ് എന്നതൊരു മെക്കാനിക്കൽ വേവാണ്, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മെക്കാനിക്കൽ വേവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? മെക്കാനിക്കൽ വേവ്സിന് സഞ്ചരിക്കാനൊരു മീഡിയം ആവശ്യമാണ്, അല്ലേ? നമുക്കറിയാം, സൗണ്ട് വേവ്സിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് എയർ എന്ന മീഡിയം ഉള്ളത് കൊണ്ടാണ്. മീഡിയം എയർ തന്നെ ആവണമെന്നില്ല. സ്റ്റീലാവാം, വുഡാവാം, വാട്ടറാവാം, ഗ്ലാസ് ആവാം, മെറ്റലുകളാവാം. ഏതെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് വേവ്സിന് സഞ്ചരിക്കാൻ കഴിയൂ. എന്നാൽ ലൈറ്റ് വേവ്സിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമുണ്ടോ? ഇല്ല. മീഡിയം ഇല്ലാതെയും ലൈറ്റ് വേവ് സഞ്ചരിക്കും, എന്നാൽ മീഡിയത്തിലൂടെയും സഞ്ചരിക്കും. പക്ഷേ സൗണ്ട് വേവ്സ് മീഡിയം ഇല്ലാതെ സഞ്ചരിക്കില്ല. സൗണ്ട് വേവ്സിന് സഞ്ചരിക്കണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണത്. നമ്മൾ കേൾവി എന്ന് പറയുന്ന നമ്മളുടെ സെൻസിനെ ഉത്തേജിപ്പിക്കുന്നത് സൗണ്ട് വേവ്സ് ആണ്. എങ്ങനെയാണ് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, എന്തെല്ലാമാണ് സൗണ്ട് വേവ്സിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സൗണ്ട് വേവ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓസിലേറ്ററി മോഷൻ. എന്താണ് ഓസിലേറ്ററി മോഷൻ? ഒരു സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വസ്തുവിൻ്റെ ഓസിലേറ്ററി മോഷൻ കൊണ്ടാണ്, പീരിയോഡിക് മോഷൻ കൊണ്ടാണ്. എന്താണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ മുമ്പ് പഠിച്ച സാധനമാണ്. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാം. സിമ്പിൾ ഉദാഹരണം, നിങ്ങൾ ഊഞ്ഞാൽ കണ്ടിട്ടില്ലേ? ഊഞ്ഞാൽ എങ്ങനെയാണ് ഊഞ്ഞാൽ മൂവ് ചെയ്യുക? നമ്മൾ ഊഞ്ഞാലാടാറില്ലേ? ഊഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പോവും, ഇങ്ങോട്ടേക്ക് പോവും, അല്ലേ? ഈ ഒരു പോയിൻറ്റിനെ, ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ്, അതിനാണ് നമ്മൾ ഊഞ്ഞാലിൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതൊരു പീരിയോഡിക് മോഷനാണ്. മറ്റെന്തെല്ലാം പീരിയോഡിക് മോഷൻസ് നിങ്ങൾക്കറിയാം? തൊട്ടിൽ, അല്ലേ? തൊട്ടിലിൻ്റെത് ഒരു പീരിയോഡിക് മോഷനാണ്. ക്ലോക്കിലെ പെൻഡുലം ഒരു പീരിയോഡിക് മോഷനാണ്. ഇങ്ങനെ ധാരാളം പീരിയോഡിക് മോഷൻസ് നമ്മളുടെ ചുറ്റുഭാഗത്തും നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ആൻഡ് ഫോർത്ത്, മുമ്പോട്ടേക്കും പുറകോട്ടേക്കും. ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ടു ആൻഡ് ഫ്രോ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഓസിലേറ്ററി മോഷനാണ്. ഇവിടെ ഏതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ? ഒ ആണ് നമ്മളുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. രണ്ട് എൻഡിലുള്ള പോയിന്റുകൾ, ഒന്ന് എയും ഒന്ന് ബിയുമാണ്. ഒ എന്ന പോയിന്റിൽ നിന്ന് നമ്മളുടെ ഒബ്ജക്റ്റ്, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് എ എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തിരിച്ച് വീണ്ടും ഒ എന്ന പോയിന്റിൽ വന്നതിന് ശേഷം ബി എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യും. ശേഷം വീണ്ടും ഒ എന്ന പോയിന്റിലേക്ക് വരും, എന്നിട്ട് എ എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളതിനെ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. തന്നിട്ടുള്ള ചിത്രത്തിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഓക്കുണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ, 2a, 2/a, എ. ഏതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസ് ട്രാവൽഡും നമ്മൾ പഠിച്ചതാണ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ്, അതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണിച്ച ലൈനാണ്.
ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ് അല്ലേ? ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എ ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കൂട്ടാം. നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് ഇത് നമ്മൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നു, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി. ഇവിടെയുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഇസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ 1 എന്ന് നമ്പർ ഇട്ടിട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് എഴുതി വെക്കണം. കാരണം നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. ടൈം പീരീഡ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്, കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ പെൻഡുലത്തിൻ്റെ അല്ലെങ്കിൽ ഊഞ്ഞാലിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്കുണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടണം, നമ്മൾ കുറേ ഇങ്ങോട്ടേക്ക് വലിക്കണം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടി. ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കണമെങ്കിൽ ഇത്ര വലിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ്. നിങ്ങൾ എവിടെയെങ്കിലും ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? ആംപ്ലിഫയർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്തിനാണ് നമ്മൾ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ ആംപ്ലിഫയർ ഉപയോഗിക്കും. ആംപ്ലിഫയറിൽ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും കഴിയും അല്ലേ? ഇപ്പോൾ നമ്മുടെ സൗണ്ട് കൂട്ടുക എന്ന ഫംഗ്ഷനാണ് ആംപ്ലിഫയർ ചെയ്യുന്നത്. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടാന്ന് പറയുമ്പോൾ എന്ത് കൂടും? നമ്മളുടെ സൗണ്ട് കൂടും. ഓക്കെ, അപ്പോൾ സൗണ്ട് കൂടുന്നതിനനുസരിച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് എന്നർത്ഥം. ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്ന മീറ്ററാണ്. 3 പോയിൻ്റാണുള്ളത്. ഒന്ന്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഇസ് ആംപ്ലിറ്റ്യൂഡ്. സിമ്പൽ എ ആണ്, SI യൂണിറ്റ് മീറ്ററാണ്. ഓക്കെ, ഇനി ഈ ഒരു ചിത്രം നമ്മൾ മുമ്പ് ഇനി വരുന്ന സമയത്ത് പഠിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ചെയ്തതാണ്. നമ്മൾ സാധാരണ ഒരു വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു വേവിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങനെ വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ടു ആൻഡ് ഫ്രോ ഏത് സൈഡിലേക്കും ആവാം. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എയിലേക്ക് വരുന്നതും ആവാം, ബിയിലേക്ക് വരുന്നതും ആവാം. അതാണ് ഇവിടെ എയിലേക്ക് വരുന്നത്, ബിയിലേക്ക് വരുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേവിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ക്ലിയർ ആണല്ലോ? പിന്നെ പഠിച്ച കാര്യങ്ങൾ, ഒന്ന് എന്താണ് ഓസിലേറ്ററി മോഷൻ, ഓസിലേഷൻ എന്ന് പഠിച്ചു. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പഠിച്ചു. അതേപോലെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സിമ്പലും അതേപോലെ ആംപ്ലിറ്റ്യൂഡിൻ്റെ SI യൂണിറ്റും പഠിച്ചു. ക്ലിയർ ആണല്ലോ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.